കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാഫലം വൈകുന്നതോടെ പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾ. പരീക്ഷ കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെയും IIT, NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെയും അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്തു. സലാം മുഹമ്മദ് വിവരണവുമായി ചേരുന്നു. സലാം, എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാഫലം വൈകുന്നത്? കാരണമായി പറയുന്നത് ഇപ്പോൾ ഈ +2 പരീക്ഷാഫലത്തിന് ശേഷം നോർമലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. കഴിഞ്ഞ തവണ നോർമലൈസേഷൻ നടന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിവാദമുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ റാങ്കിങ്ങിൽ പുറകോട്ട് പോയതാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത്. അതേ തുടർന്ന് ഈ ഇടതു സംഘടനകൾ ഇടതു അധ്യാപക സംഘടനകളും കൂടാതെ അതുപോലെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ വലിയ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കണമെന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. അതേ തുടർന്നാണ് ഇങ്ങനെ വൈകുന്നതെന്നാണ് കാരണം പറയുന്നത്. ഏതായാലും പരീക്ഷ കഴിഞ്ഞ് 2 മാസമായിട്ടും ഇതുവരെ എൻട്രൻസിൻ്റെ പരീക്ഷാ ഫലം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഏപ്രിൽ അവസാനത്തോടെയാണ് പരീക്ഷ നടന്നത്. മെയ് 22-ന് തന്നെ കേരള ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും കൂടാതെ CBSE, ICSE അടക്കമുള്ള സിലബസുകളുടെ ഫലവും പുറത്തു വരികയും ചെയ്തു. എന്നിട്ടും ഈ IIT, NIT അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് എലൈറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള എഞ്ചിനീയറിംഗ് പ്രവേശനവും ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അഡ്മിഷൻ പ്രോസസ്സുകളിലേക്ക് കൂടി അവർ കടന്നിട്ടും ഇതുവരെ കേരള എൻട്രൻസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് വലിയ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ നേടണമെന്നൊരു കാര്യത്തിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഈ രീതിയിൽ എൻട്രൻസ് പരീക്ഷാഫലം വൈകുന്നത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ചുള്ള എഞ്ചിനീയറിംഗ് പ്രവേശനം സംബന്ധിച്ചുള്ള ഒരു ആശങ്ക മാറിക്കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ NIT-ലോ IIT-ലോ പ്രവേശനം ലഭിച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവേശനം ലഭിച്ചാൽ പോലും കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകൾ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പോലും സാധാരണ ഉണ്ടാകാറുണ്ട്. ആ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് പരീക്ഷ നടന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടും കേരള എൻട്രൻസ് ഫലം പ്രസിദ്ധീകരിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്നത്. അജിംസ്.